ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കാറ്റഗറി നമ്പർ 68/22 10th പ്രിലിംസിന്റെ തേർഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 55 ക്വസ്റ്റ്യൻസ് വരെയാണ് നമ്മൾ ചെയ്തത്. 56 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ ക്വസ്റ്റ്യന്റെ PDF ആവശ്യമുള്ളവര് PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിൽ ഞാൻ ഈ ക്വസ്റ്റ്യനും ഫൈനൽ ആൻസർ കീയും അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് ഏത്? പ്രാചീന മലയാളം. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് ഏത്? പ്രാചീന മലയാളം. ഇതില് ആത്മോപദേശ ശതകവും ദൈവദശകവും തന്നിട്ടുണ്ട്. രണ്ടും ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത്? ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്നാ? 1936 നവംബർ 12 നടന്നതെന്നാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് വിളംബരം പുറപ്പെടുവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നു ആര്? CP രാമസ്വാമി അയ്യര്. ആ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യര്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാരാ? അങ്ങനെ വിശേഷിപ്പിച്ചതും മഹാത്മാഗാന്ധിയാണ്. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചതും മഹാത്മാഗാന്ധിയാണ്. പിന്നെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചതാരാ? തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് C രാജഗോപാലാചാരിയാണ്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? TK വേലുപ്പിള്ള. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വര അയ്യറാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ S പരമേശ്വര അയ്യർ. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ്. ആരാണ്? കുമാരഗുരുദേവൻ. പൊയ്കേൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? കുമാരഗുരുദേവനാണ്. ഇത് സ്ഥാപിച്ചതെന്നാ? 1909 PRDS സ്ഥാപിക്കുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത് 1909. ഇതിന്റെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ്. PRDSന്റെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂർ, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂര്. PRDSന്റെ മുഖപത്രമാണ് ആദിയാർ ദീപം. PRDSന്റെ മുഖപത്രം എന്താണ്? ആദിയാർ ദീപം. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായിട്ട് കുമാരഗുരുദേവൻ അഥവാ പൊയ്കേൽ യോഹന്നാൻ ആരംഭിച്ചാണ് PRDS. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച സംഘടനയാണ്. ഇനി 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചത് നമ്മുടെ കുമാരഗുരുദേവൻ തന്നെയാണ്. 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചതാരാണ്? കുമാരഗുരുദേവൻ. ഈ യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യമായിരുന്നു ഏത്? സമാധാനം, ലോകത്തിന് സമാധാനം എന്നത്. എന്തായിരുന്നു ജാഥയുടെ മുദ്രാവാക്യം? സമാധാനം, ലോകത്തിന് സമാധാനം. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഏതാണ്? നാടകമാണല്ലേ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകമാണ്. VTയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ച വേദി തൃശൂർ ജില്ലയിലെ ഇടക്കുന്നിയാണ്. എവിടെയാണ് അവതരിപ്പിച്ചത്?
ഇടക്കുന്നി, തൃശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലാണ്. ഏത് വർഷത്തില്? 1929 എന്നാണ്, 1929. ഈ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണ്? ആത്മകഥ കണ്ണീരും കിനാവും. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് ഏത്? കണ്ണീരും കിനാവും. ഈ കണ്ണീരും കിനാവും എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് 1971. കണ്ണീരും കിനാവിനും 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമാണ് ഏത്? കോഴഞ്ചേരി പ്രസംഗം. എന്നാ കോഴഞ്ചേരി പ്രസംഗം നടക്കുന്നത്? 1935. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് എന്നാണ്? 1935. അതുപോലെ 1947 നടന്ന പാലിയൻ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതും സി കേശവനാണ്. 1947 നടന്ന പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത ആരാണ്? സി കേശവൻ. സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം. സി കേശവന്റെ ആത്മകഥ ഏതാണ്? ജീവിത സമരം. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? സി കേശവൻ. അതുപോലെ സിംഹള സിംഹം എന്നും അറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ്, സിംഹള സിംഹം, ഇങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്ന ആരാണ്? സി കേശവൻ. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? 24, അഥവാ 12 ജോഡി വാരിയെല്ലുകൾ. എത്ര എണ്ണം ഉണ്ട്? 24 എണ്ണം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളെ അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ അക്ഷാസ്ഥികളുടെ എണ്ണം 80, അനുബന്ധ അസ്ഥികളുടെ എണ്ണം 126. അക്ഷാസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80, അനുബന്ധ അസ്ഥികളുടെ എണ്ണം 126. അങ്ങനെ മൊത്തം മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എത്രയാണ്? 206. കുട്ടികളിലാണെങ്കിൽ ആകെ അസ്ഥികളുടെ എണ്ണം 300 ആണ്. കുട്ടികളുടെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300. അസ്ഥികളെ കുറിച്ചുള്ള പഠനം എന്താണ്? അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന എവിടെയാണ്? കരളിലാണ് അല്ലെ? ഓപ്ഷൻ സി, കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഏത്? കരൾ എന്ന് പറയുന്നത്. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹെപ്പറ്റോളജി. ഈ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ഏത്? പിത്തരസം. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കൾ ഏതൊക്കെയാണ്? ബിലിറുബിനും ബിലിവെർഡിനും. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കളാണ് ബിലിറുബിനും ബിലിവെർഡിനും. കരളിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥമാണ് അമോണിയ. കരളിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം ഏതാണ്? അമോണിയ. ഈ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് എന്ത്? യൂറിയ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് എന്ത്? യൂറിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 63ാമത്തെ ക്വസ്റ്റ്യൻ. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? എ, രക്തം കട്ടപിടിക്കൽ, ബി, പേശി പ്രവർത്തനം, സി, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം, ഡി, മേൽപ്പറഞ്ഞവയെല്ലാം. അപ്പൊ കാൽസ്യത്തിന്റെ അപര്യാപ്തത എന്തിനെല്ലാമാണ് ബാധിക്കുന്നത്? ഈ മേൽപ്പറഞ്ഞ എല്ലാത്തിനെയും ബാധിക്കും അല്ലെ? ആൻസർ ഓപ്ഷൻ ഡി. രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം, ഈ പ്രവർത്തനങ്ങളെ എല്ലാം കാൽസ്യത്തിന്റെ അപര്യാപ്തത ബാധിക്കും. 64ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. എ, രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. ബി, പ്ലാസ്മയിൽ കാണപ്പെടുന്നു. സി, മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ഡി, ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ട് യോജിക്കാത്താണ് ചോദിച്ചിരിക്കുന്നത്. യോജിക്കാത്ത ഏതാ? ബി, പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ് അല്ലെ? എവിടെയാണ് കാണപ്പെടുന്നത്? ചുവന്ന രക്താണുവിലാണ് കാണപ്പെടുന്നത്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് ഏത്? പ്ലാസ്മ എന്ന് പറയുന്നത്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയാ? രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. എത്രയാണ്? 55%.
ഇനി പ്ലാസ്മയിലെ ജലത്തിന്റെ അളവാണ് ചോദിക്കുന്നതെങ്കിലോ, പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് 90 മുതൽ 92% വരെയാണ്. പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? 90 മുതൽ 92% വരെ. 65-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? 1. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. 2. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് മുടന്തരാണ്. 3. ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് ബധിരരാണ്. 4. ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ്. അതായത് വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്ന അന്ധരാണ്, അതുപോലെ ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. നമുക്കിതിൽ ഇത് ഒരെണ്ണം അറിയാമെങ്കിൽ തന്നെ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം കേട്ടോ. ഈ അന്ധരാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബ്രെയിൽ ലിപി ഉപയോഗിക്കുന്നതെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം അല്ലെ. ബ്രെയിൽ ലിപി ഉപയോഗിക്കുന്ന ആരാണ്? അന്ധരാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, 3-ാമത്തെ 4-ാമത്തെയും ചോദിച്ചേ നോക്കിയേ, ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് ബധിരരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തെറ്റാണെന്ന് നമുക്കറിയാം. 3-ാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നതൊക്കെ അപ്പൊ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഏതുണ്ട്? 1ഉം 2ഉം ഉണ്ട്, 1ഉം 4ഉം ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് എന്തറിയാം? ബ്രെയിൽ ലിപി ഉപയോഗിക്കുന്ന അന്ധരാണെന്നറിയാം അല്ലെ. അപ്പൊ 4ലാണ് അത് വരുന്നത്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്ന അന്ധരാണ്. അപ്പൊ 4 വരുന്ന ഓപ്ഷൻ ഇതിലേതാ? ഡി. അങ്ങനെ എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഒരെണ്ണം അറിയാമെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനമേത്? താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനമേത്? ഏതാണ്? അനാമിക അല്ലെ. അനാമിക എന്ന് പറയുന്നത് വെണ്ടയുടെ ഇനമാണ്. ഏതൊക്കെയാണ് വെണ്ടയുടെ ഇനങ്ങള്? കിരൺ, സൽകീർത്തി, അർക്ക, അനാമിക. ഇതൊക്കെ വെണ്ടയുടെ വിത്തിനങ്ങളാണ് അല്ലെ. ഏതൊക്കെയാണ്? കിരൺ, സൽകീർത്തി, അർക്ക, അനാമിക. ഇതെല്ലാം വെണ്ടയുടെ വിത്തിനങ്ങളാണ്. ഇനി ഇവിടെ ഉജ്ജ്വല തന്നിട്ടുണ്ട്. ഉജ്ജ്വല എന്തിന്റെയാണ്? പച്ചമുളകിൻ്റെത്. ഉജ്ജ്വല പച്ചമുളകിൻ്റെതാണ്. നീലിമയോ? നീലിമ വഴുതന. നീലിമ എന്തിന്റെയാണ്? വഴുതനയുടേത്. മുക്തി തക്കാളിയുടെ സങ്കരയിനമാണ്. മുക്തി എന്തിന്റെയാണ്? തക്കാളിയുടെ സങ്കരയിനമാണ്. 67-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം? അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം ഏതാണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുക. ഓപ്ഷൻ എ, വാഹനങ്ങളിൽ നിന്നുള്ള പുക. ഇന്ധനങ്ങളുടെ ഭാഗിക ജ്വലനം മൂലമുണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഇന്ധനങ്ങളുടെ ഭാഗിക ജ്വലനം മൂലമുണ്ടാകുന്ന വാതകമാണ് ഇത്? കാർബൺ മോണോക്സൈഡ്. വാഹനങ്ങളിൽ എഞ്ചിനിലെ ഇന്ധനത്തിന്റെ പൂർണ്ണ ജ്വലനം നടക്കാത്ത സാഹചര്യങ്ങളിലാണ് കാർബൺ മോണോക്സൈഡ് പുറന്തള്ളപ്പെടുന്നത്. വാഹനങ്ങളിൽ എങ്ങനെയാണ്? എഞ്ചിനിലുള്ള ഇന്ധനത്തിന്റെ പൂർണ്ണ ജ്വലനം നടക്കാത്ത സാഹചര്യങ്ങളിലാണ് കാർബൺ മോണോക്സൈഡ് പുറന്തള്ളുന്നത്. ഇത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഈ കാർബൺ മോണോക്സൈഡ് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഇത് രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കും. ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 68-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി, പശ്ചിമ ബംഗാളില. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? പശ്ചിമ ബംഗാൾ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അതുപോലെ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളാണ്. കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. കണ്ടൽ വനങ്ങള് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? കണ്ടൽക്കാടുകൾ അഥവാ കണ്ടൽ വനങ്ങൾ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഏതാണ്? കുറവുള്ളത് കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 69. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. ഇതിലേതാ വിഘാടകര്? ഓപ്ഷൻ ഡി, ബാക്ടീരിയ ആണ് ഇതില് വിഘാടകരായിട്ട് വരുന്നത്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണിയാണ് ആര്? ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണിയാണ് ഉൽപാദകര് അല്ലെങ്കിൽ ഹരിതസസ്യങ്ങള്. ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് ആര്? ഈ പറയുന്ന വിഘാടകർ എന്ന് പറയുന്നത്.
ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണിയാണ് ഉൽപാദകർ അല്ലെങ്കിൽ ഹരിതസസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് വിഘാടകര്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ് വിഘാടകർ എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ് ഇവിടെ വരുന്നത്, വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എങ്ങനെ പറയുന്നത്? ഐസോടോപ്പുകൾ അല്ലെ? ഓപ്ഷൻ സി, ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള മൂലകം ഏതാ? ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള മൂലകമാണ് ടിന്ന്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതില് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് ഏത്? ട്രിഷ്യം. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാണ്? ട്രിഷ്യം. ഇനി ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും ഒക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പാണ് ഏത്? കാർബൺ 14. ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പാണ് കാർബൺ 14. അതുപോലെ തന്നെ ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് അയഡിൻ 131, കൊബാൾട്ട് 60 എന്നിവ. ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? അയഡിൻ 131, കൊബാൾട്ട് 60. ഇവിടെ ഇനി എന്തൊക്കെയാണ്? ഐസോമെറുകൾ തന്നിട്ടുണ്ട്, ഐസോബാറുകൾ തന്നിട്ടുണ്ട്, ഐസോട്ടോണുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ കൂടെ എന്താണെന്ന് നോക്കാം നമുക്ക്. ഐസോമെർ എന്ന് പറയുന്നത് ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് എന്ത്? ഐസോമെറുകൾ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമെറുകൾ. ഇനി ഐസോബാർ എന്താണ്? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് എന്ത്? ഐസോബാറുകൾ. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഇനി ഐസോടോൺ എന്താണ്? ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് എന്ത്? ഐസോട്ടോണുകൾ. ഒരേ ന്യൂട്രോൺ, ടോൺ, ഐസോട്ടോൺ അല്ലെ? ഒരു ചർച്ച വരുന്നുണ്ടല്ലേ ആ പറയുന്നതിൽ തന്നെ. അപ്പൊ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് എന്തെന്ന്? ഐസോട്ടോണുകൾ എന്ന്. 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മോസ്ലി. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. മൂലകങ്ങളെ അവയുടെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് മോസ്ലി. മൂലകങ്ങളെ എന്താണ്? അവയുടെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു. ഇനി പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ആരാ? പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മെൻഡലിയേഫ് ആണ് അല്ലെ? പീരിയോഡിക് നിയമം എന്ന് വെറുതെ ചോദിച്ചാല് അത് മെൻഡലിയേഫ് ആണ്. ആധുനികം ചോദിച്ചാല് മോസ്ലിയും. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും മെൻഡലിയേഫ് ആണ്. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് ചോദിച്ചാല് അത് ഹെൻറി മോസ്ലി. ഇനി ഇവിടെ ഡോബറൈനർ തന്നിട്ടുണ്ട് അല്ലെ? ത്രികക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോബറൈനർ. ത്രികകങ്ങൾ ആവിഷ്കരിച്ചത് ലോ ഓഫ് ട്രയാഡ്സ്, അതാണ് ആര്? ഡോബറൈനർ. ഇനി ന്യൂലാൻഡ്സോ? അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ്സ്. എന്താണ്? അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ്സ്. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഓപ്ഷൻ സി, ഓക്സിജൻ. പിന്നെയോ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് ചോദിച്ചാലും ഈ ഓക്സിജൻ തന്നെയാണ്. അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ചോദിച്ചാലും ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാലും ഓക്സിജൻ ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം ഏതാണ്?
അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം നൈട്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമോ? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഇനിയുടെ ഓപ്ഷൻ ഹീലിയം തന്നിട്ടുണ്ട് അല്ലെ, അതെന്താണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഇത് ഹീലിയം. 74ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ്. ഓപ്ഷൻ ബി ഹേമറ്റൈറ്റ്. ഓപ്ഷനിൽ ബോക്സൈറ്റ് വന്നിട്ടുണ്ട്. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ അയിരാണ് ഏത്? ബോക്സൈറ്റ്. സിങ്കിന്റെ അയിരാണ് ഏത്? കലാമിൻ. സിങ്കിന്റെ അയിരാണ് കലാമിൻ. ചെമ്പിന്റെ അയിരാണ് ഏത്? കുപ്രൈറ്റ്. ചെമ്പ് അഥവാ കോപ്പറിന്റെ അയിരാണ് കുപ്രൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 75ാമത്തത്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് ഏത്? നൈലോൺ. ഓപ്ഷൻ എ നൈലോൺ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്. ഇനി പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ഏതൊക്കെ? പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതന കോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും? പ്രതിപതന കോണും 60 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതന കോണും പ്രതിപതന കോണും എന്താണ്? തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ പതന കോൺ 60 ഡിഗ്രി ആണ്, അപ്പൊ പ്രതിപതന കോണും 60 ഡിഗ്രി തന്നെ. 77ാമത്തെ ക്വസ്റ്റ്യൻ. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലമാണ് പ്രതലബലം. ഓപ്ഷൻ എ പ്രതലബലം. ദ്രാവക ഉപരിതലം അതിന്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ ഉളവാക്കുന്ന ബലമാണ് എന്ത്? പ്രതലബലം. ദ്രാവക ഉപരിതലം അതിന്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാൻ സാധിക്കുന്നതിനുമൊക്കെ കാരണം ഈ പ്രതലബലമാണ്. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണവും ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാൻ കാരണമാകുന്നത് എന്താണ്? ഈ പ്രതലബലമാണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. ഓപ്ഷൻ ഡി ഖരവസ്തുക്കളിലാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് അല്ലെ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശൂന്യതയിൽ ശബ്ദതരംഗങ്ങൾ സഞ്ചരിക്കുമോ? ശൂന്യതയിലൂടെ ശബ്ദതരംഗങ്ങൾ സഞ്ചരിക്കില്ല. അതിന് മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ട് ശൂന്യതയിലൂടെ ശബ്ദതരംഗങ്ങൾ സഞ്ചരിക്കില്ല. വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത എത്രയാ? വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അക്വസ്റ്റിക്സ് എന്ന്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബെല്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബെല്. ശബ്ദതരംഗങ്ങള് അനുദൈർഘ്യ തരംഗങ്ങളാണ്. ശബ്ദതരംഗങ്ങൾ എങ്ങനെയുള്ളതാണ്? അനുദൈർഘ്യ തരംഗങ്ങളാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിൽ. 80ാമത്തെ ക്വസ്റ്റ്യൻ. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജമാണ് ചോദിച്ചിരിക്കുന്നത്. ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഗതികോർജം ഇരട്ടിയാകും. ഗതികോർജം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? ഗതികോർജം കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് mv സ്ക്വയർ. mv സ്ക്വയർ. m എന്ന് പറയുന്നത് വസ്തുവിന്റെ മാസ്, v എന്ന് പറയുന്നത് വസ്തുവിന്റെ പ്രവേഗം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? മാസ് പകുതിയാകും, പ്രവേഗം ഇരട്ടിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ മാസ് എത്രയാവും? m എന്നുള്ളത് m/2 ആവും. പ്രവേഗം ഇരട്ടിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ v സ്ക്വയർ എന്നുള്ളത് എന്താവും? 2v ദ ഹോൾ സ്ക്വയർ ആവും. അപ്പോ ഹാഫ് m/2 ഇൻറ്റു 4v സ്ക്വയർ എന്ന് വരും. അത് ലഘൂകരിച്ച് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് 2 ഇൻറ്റു ഹാഫ് mv സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഗതികോർജം ഇരട്ടിയാവും.
2 ഇൻറ്റു ഹാഫ് mv² നമുക്ക് കിട്ടും. അതായത് ഗതികോർജം ഇരട്ടിയാകും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ 80 ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.